ആ നാട്ടിൽ ഏതൊരു തീരുമാനം പറയാനും ഏതൊരു മസ്അലക്ക് മറുപടി കൊടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വലിയ പാണ്ഡിത്യമുള്ള ഖാദിയാണ്, ജഡ്ജിയാണ്. ഒരു ജഡ്ജിയുടെ റോളിൽ വർക്ക് ചെയ്യുന്ന, വിഷയങ്ങൾ ശരിക്ക് പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കാനും കഴിവും പക്വതയുമുള്ള മഹാപണ്ഡിതനാണ്, ഭരണകർത്താവാണ്. അതോടൊപ്പം തന്നെ വലിയ സമ്പന്നനുമാണ്. മർവാ നാട്ടിലെ ഖാദിയായ നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന മഹാനവർകൾ ഒരു ദിവസം തന്റെ തോട്ടത്തിൽ കയറി. തോട്ടത്തിൽ പണിയെടുക്കുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, നീ നല്ല മധുരമുള്ള, കഴിക്കാൻ നല്ല മധുരമുള്ള, ദാഹം ശമിക്കുന്ന, വിശപ്പ് അത്യാവശ്യമൊക്കെ അടങ്ങുന്ന നല്ലൊരു റുമ്മാൻ കൊണ്ടുവാ. അദ്ദേഹം ഒരു റുമ്മാൻ പറിച്ചു കൊണ്ടുപോയി കൊടുത്തു. നൂഹ് ഇബ്നു മറിയം അത് പൊളിച്ചു നോക്കുമ്പോൾ അത് പഴുക്കാനായിട്ടേ ഉള്ളൂ, പാകമാകുന്നേ ഉള്ളൂ. ഇത് ശരിയാകൂല, വേറൊന്ന് കൊണ്ടുപോവാ. വേറൊന്ന് പറിച്ചു കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴും പറഞ്ഞു, ഇത് നേരത്തെ ഉള്ളതിന്റെ ആ ഒരു പക്വതയിലേക്കും കൂടി എത്തിയിട്ടില്ല. അതിമേൽ കളർ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, മരുന്നടിച്ച കളറല്ല, മരത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ഇത് പഴുപ്പായിട്ടില്ല. അതിന്റെ അരപ്പകുതിയിലേക്ക് എത്തിയിട്ടുള്ളൂ, അരയിലേക്ക് എത്തിയിട്ടുള്ളൂ, ഒരു 1/4 ഭാഗം കൂടി ആയിട്ടില്ല. മൂന്നാമത്തെ ഒന്നും കൂടി പറിക്കാൻ പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അത് പച്ചയാണ്. ശരി, അതിന്റെ കുരു എടുത്ത് ഓരോന്നിങ്ങനെ വായിലേക്കിട്ടാൽ കയ്പ് വരും, കഴിച്ചു കളയും. അപ്പൊ എത്ര കാലമായി ഇവിടെ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്? അപ്പോ കാലങ്ങളൊക്കെ ഒരുപാടായി. ഈ ചാൻസിൽ നിങ്ങൾ നോക്കി, ഈ ചാൻസിൽ, ഈ ഒരു അവസരത്തിൽ വീണുപോയി ആരും പെറുക്കാൻ വരാത്തത്, അല്ലെങ്കിൽ കിളികൾ കൊത്തി തിന്നതിന്റെ ബാക്കി വേസ്റ്റായി പോകുന്നത്, വള്ളിക്ക് ചുവട്ടിൽ വീണു പോകുന്നത്, വീട്ടുകാരും അങ്ങനെ പെറുക്കിയെടുക്കാൻ വരൂല, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഇല്ലേ. ഏതെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് ഇതിന്റെ രുചിയൊന്നും അറിയില്ലേ, പഴുത്തതൊന്നും കൊണ്ടുവരാൻ അറിയില്ലേ? ആ അടിമ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട യജമാനരെ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇത് പരിപാലിക്കലാണ്. അതിനപ്പുറം ഇത്രയും കാലമായി ഒരു റുമ്മാൻ പോലും, ഒരു റുമ്മാന്റെ ഹബ്ബത്ത് പോലും ഞാൻ എന്റെ വായിലേക്ക് വെച്ചിട്ടില്ല. അപ്പൊ നൂഹ് ഇബ്നു മറിയം വിലയിരുത്തുന്നത് എന്താണെന്നറിയോ? ഈ അടിമയുടെ സൂക്ഷ്മതയും ദീനും ഈ അടിമയുടെ സ്വഭാവവുമാണ് പരിഗണിക്കുന്നത്. സാധാരണ അങ്ങനെ എടുത്തു ഭക്ഷിച്ചാൽ നാട്ടുകാരൊന്നും പറയൂല, കാരണം പതിവാണ്, വീണ എടുത്ത് ഭക്ഷിക്കൽ പതിവാണ്. പക്ഷെ അതുപോലും എടുക്കാത്ത ആളാകുമ്പോ എത്രമാത്രം വലിയ സൂക്ഷ്മത ഉള്ള ആളാണ്. അപ്പൊ നൂഹ് ഇബ്നു മറിയം ചിന്തിച്ചു, ഇത് നമ്മുടെ പെൺകുട്ടിക്ക് ഒരു പുതിയാപ്പിളാക്കാൻ പറ്റും. കാരണം ഇത്ര സൂക്ഷ്മതക്കുള്ള ഒരാളെയാണ് ഞാൻ തെരഞ്ഞു നടക്കുന്നത്. സമ്പത്ത് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഈ അടിമക്ക്, അടിമന്റെ മേൽവിലാസത്തിൽ ഒരു സമ്പത്തും ഉണ്ടാകൂല, ഒന്നും ഉണ്ടാകൂല. അടിമ എന്ന് പറയുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു വിഭാഗല്ലേ. എന്നാലും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിഷയം. അടിമയോട് പറയുന്നതിന്റെ മുമ്പ്, സംസാരിക്കുന്നതിന്റെ മുമ്പ് വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് ഇക്കാര്യങ്ങളൊക്കെ നൂഹ് ഇബ്നു മറിയം പറഞ്ഞു. നമുക്ക് നല്ല ഒരു ഭർത്താവിനെ നമ്മുടെ കുട്ടിക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആളെ പറയാതെ, വിഷയം പറയാതെ, സൂക്ഷ്മതയും വിഷയങ്ങളും പറഞ്ഞപ്പോ ഭാര്യയും പറഞ്ഞു, അങ്ങനെ തന്നെയാണ് വേണ്ടത്, നമ്മളും അതാണ് ആശിക്കുന്നത്. പക്ഷേ അവസാനം പറഞ്ഞു, ആ ആള് നമ്മുടെ തോട്ടത്തിൽ അടിമയാണ്. അടിമയായ ഒരു വ്യക്തി സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് കുഫുവെക്കുകയില്ലല്ലോ, കിടയൊക്കുകയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം ഭാര്യ ഉന്നയിച്ചപ്പോ, നമുക്ക് അദ്ദേഹത്തെ ഇത്ക്ക് ചൊല്ലാം, മോചിപ്പിച്ചാൽ പിന്നെ സ്വതന്ത്രനായല്ലോ, എന്നിട്ട് നമ്മുടെ മകളെ അങ്ങ് ചേർത്തി കൊടുക്കാം. അപ്പോൾ പിന്നെ സമ്മതമായി. മകളോട് ഈ വിഷയം പറഞ്ഞപ്പോ മകൾക്കും സമ്മതമായി. പിന്നെയാണ് അടിമയോട് വിഷയം പോയി പറയുന്നത്. അടിമയെ ഇത്ക്ക് ചൊല്ലിയിട്ട് ആ വിവാഹത്തിന്റെ വേദി ഒരുക്കി. വിവാഹം നടന്നു. ആ സൂക്ഷ്മശാലികളായ ദമ്പതികളിൽ നിന്ന് ലോകത്തേക്ക് സംഭാവന വന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മഹാപണ്ഡിതനാണ്.
10,000-കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന്റെ വഴിയിലേക്ക് വഴി നടത്തിക്കൊടുക്കാൻ ഒരു കുട്ടിയെ, ഒരു സ്വാലിഹായ സന്താനത്തെ, ഒരു ഖുർറത്ത് ഐനായ സന്താനത്തെ, അങ്ങനെയുള്ള ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് വഴിയൊരുക്കിയത് വൈവാഹിക ജീവിതത്തിലേക്ക് പാദമൂന്നുമ്പോ മുന്നിൽ കാണേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത് ദീനും സ്വഭാവവുമാണ്. ദീനും സ്വഭാവവും ഏറ്റവും പ്രധാനമായി പരിഗണിക്കണം. എങ്കിലേ അത് ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ചേരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് വിവാഹാലോചന നടത്തിയ സഹോദരിമാരോട് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഹിന്ദെന്ന് പറയുന്ന ഒരു സഹോദരി വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, നബിയെ, 2 ആളുകൾ എന്നെ വിവാഹാലോചന നടത്തിയിട്ട് ഞാൻ ആരെ സെലക്ട് ചെയ്യണം? സെലക്ഷൻ ശരിയാകണം. സെലക്ഷൻ നോക്കേണ്ടത് ബാഹ്യമായ തലത്തിലും അതുപോലെ തന്നെ ജീവിക്കാൻ എത്രമാത്രം ഏക്കർ കണക്കിനുണ്ട് എന്നും, കൊണ്ടുവന്ന വണ്ടി പുതിയ വണ്ടിയാണോ അല്ലെങ്കിൽ അതിന് കുറച്ച് പഴക്കമുണ്ടോന്നോ ഇതൊന്നല്ല നോക്കണ്ടേ. പെണ്ണ് കാണാൻ വന്ന ആള് പുതിയ വണ്ടിയിലാണോ വന്ന് പഴയ വണ്ടിയിലാണോ അതൊന്നല്ല നോക്കേണ്ടത്. അയാളെ ബാക്ക്ഗ്രൗണ്ടായി അന്വേഷിക്കേണ്ടത് അയാളെ ദീനാണ്. അയാളെ കുടുംബത്തിന്റെ സംസ്കാരം എങ്ങനെ, സ്വഭാവം എങ്ങനെ, ദീനീ ചിട്ടയിൽ എങ്ങനെയാണ് അവരുടെ പ്രതിബദ്ധത, നാട്ടിലെങ്ങനെയുണ്ട് ദീനീ ഖിദ്മത്ത്. ആർക്കും അയാളെ പറ്റി അറിയില്ലേ, എന്നാ വീണ്ടും 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 അന്വേഷിക്കണം. എന്തെങ്കിലും പന്തികേടുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നല്ലോണം അന്വേഷിക്കണം. ഫേസ് കട്ട് മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെയാണെങ്കിൽ എത്ര ഷാറുകളുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം നമ്മളെ പെണ്ണിനോടൊക്കെ ചേരുന്നുള്ള ആ ഒരു ബോഡി ഫിറ്റിംഗ് അത് നോക്കിയാ പോരാ, അവരുടെ ദീനും സ്വഭാവവും നോക്കണം. അതാണ് കാര്യമായിട്ട്. ആ 2 രംഗങ്ങളിലും ഉള്ള കുറവ് കൊണ്ട് വലിയ ഒരു കുറവ് ദാമ്പത്യ ജീവിതത്തിന്റെ രംഗത്തിൽ എന്നും അനുഭവിക്കുന്ന പലരും ഉണ്ട്. ഞാനിത് പറയുന്നത് ഒന്നാമതായി രക്ഷിതാക്കളോടും രണ്ടാമതായി യുവതി യുവാക്കളോടുമാണ്. അപ്പൊ ഏതെങ്കിലും പീറപ്പെണ്ണിന്റെ പിന്നാലെ നീ ആദ്യം തന്നെ ക്ലച്ച് പിടിക്കരുത് ചെറുപ്പക്കാരാ. ഏതെങ്കിലും കണ്ടുവച്ച 8ാം ക്ലാസ്സുകാരന്റെ കൂടെ ആദ്യം തന്നെ നിന്റെ മനസ്സ് നീ കൊടുക്കരുത് ചെറുപ്പക്കാരി. അങ്ങനെയാകുമ്പോ മന്തർലൗന ദീനഹു വഖുലുഖഹു നിനക്ക് നഷ്ടമായി പോകും. നിന്റെ മനസ്സിൽ അത്തരത്തിൽ ഒരാളെ നീ കയറ്റിവെച്ചാൽ, അല്ലെങ്കിൽ ഒരുത്തിയെ കയറ്റിവെച്ചാൽ, അവരുമായി നീ എങ്ങനെ സ്ഥിരമായി മെസ്സേജിലും മറ്റുമായി നീ എങ്ങനെ ബന്ധം സ്ഥാപിച്ചാൽ, പിന്നത് കണ്ടുകൊണ്ടും നേർക്കുനേരെയും ബന്ധം സ്ഥാപിച്ചാൽ, നിനക്കല്ലാഹു കണക്കാക്കിയ നല്ലൊരു വിഹിതം നീ നഷ്ടപ്പെടുത്തിയവനാകും. നിനക്കല്ലാഹു കണക്കാക്കിയ നല്ലൊരു വിഹിതത്തെ നീ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ സ്വൈരത, നിന്റെ ജീവിതത്തിൽ സ്വച്ഛന്തത നഷ്ടപ്പെട്ടുപോയി. ആദ്യഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. പിന്നെ വേണ്ടായിരുന്നു ഈ വയ്യാവേലി ഇതാരോടും പറയാൻ എനിക്കടിയില്ലല്ലോ. തീ തുപ്പുന്ന അനുഭവങ്ങളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ യുവതീ യുവാക്കളെ, വിവാഹത്തിന്റെ മുമ്പ്, അന്വേഷണം നടക്കുന്നതിന്റെ മുമ്പ്, ബാപ്പയും ഉമ്മയും കാരണവാന്മാരും അന്വേഷിക്കുന്നതിന്റെ മുമ്പ് ഒരാൾക്കും കൽബും ശരീരവും ഭാഷയും സ്വകാര്യതകളും പകർന്നു കൊടുക്കരുത്. അതേറ്റവും വലിയ മഹാദുരന്തമാണ്. അതിന്റെ പേരിലല്ലേ ചിലപ്പോൾ മതപരിത്യാഗം വരെ വെക്കേണ്ടി വരുന്നത്. മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരെ വരുന്നത് അങ്ങനെയല്ലേ. പരിഗണിക്കേണ്ടത് സ്വഭാവമാണ്, സംസ്കാരമാണ്, ദീനാണ്, സൂക്ഷ്മതയാണ്. ഞാൻ ആ വിഷയം തന്നെ പറഞ്ഞാൽ തീരില്ല. നമ്മളെല്ലാവരും ഖുർആനിലൂടെ ഓതുന്നൊരു മഹാചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം എന്തുകൊണ്ടാണ് ശുഐബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ നാട്ടിലെ മെച്ചപ്പെട്ട സമ്പന്നതയുള്ള വലിയ സമ്പത്തുള്ള ഒരു നബിയുടെ മകളെ തന്നെ കല്യാണം കഴിക്കാൻ ഒരു വകുപ്പ് പോലും കയ്യിലെത്തിയിട്ടില്ലാത്ത മൂസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ആ വിഷയത്തിൽ മുന്നോട്ട് വന്നത്? ആ മക്കള് വായിച്ച സ്വഭാവമാണ്. 2 പെൺമക്കൾ വെള്ളം എടുക്കുന്ന ഭാഗത്തേക്ക് അവർ വന്നിരിക്കുന്നു.
ഒരുപാട് ആട്ടിടയന്മാരവിടെ വെള്ളം മുക്കാൻ വന്നിരിക്കുന്ന ഒരു കിണറിന്റെ സമീപത്ത് ഈ രണ്ട് കുട്ടികളും മാറി നിൽക്കുകയാണ്. എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നത്? ഒന്നുമല്ല, ഇവരൊക്കെ വെള്ളം എടുത്തിട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ പിതാവിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ഞങ്ങളെ പറഞ്ഞയച്ചതാണ് വെള്ളമെടുക്കാൻ വേണ്ടി. ബാപ്പ വയോവൃദ്ധനാണ്. ആരാണ് ഉപ്പ എന്നാ സമയത്ത് അറിയില്ല. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണത് പറയുന്നത്. ഉടനെ തന്നെ ഫസഖാലഹുമാ സുമ്മ തവല്ലാ ഇലല്ലില്ല്, അവർക്ക് വേണ്ടി വെള്ളം മുക്കി കൊടുത്തു. ഇവര് പെണ്ണുങ്ങളായതുകൊണ്ട്, നാണമുള്ളത് കൊണ്ട് ആട്ടിടയന്മാരായ ആണുങ്ങളൊക്കെ വെള്ളമെടുത്ത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറെ നേരം കാത്തിരിക്കേണ്ടി വരുമല്ലോ. പ്രായം ചെന്ന ഉപ്പാക്ക് നേരത്തെ തന്നെ വെള്ളം കിട്ടിയാൽ അതെന്റെ വക ഒരു സംഭാവനയാകുമല്ലോ. ഈ ഒരു സൽപ്രവർത്തനത്തിനാണ് അവിടെ അടിവരയിട്ടത്. നമ്മൾ പഠിക്കേണ്ടത്. ആ രണ്ട് കുട്ടികളും പോയിട്ട് ഈ സംഭവം പോയി പറഞ്ഞു. ഉപ്പാ, അവിടെയുണ്ട് ഒരു ചെറുപ്പക്കാരൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ആ തുടിപ്പും ആ ശരീരത്തിന്റെ കളറും ആ ശരീരത്തിലെ മുടിയും രോമങ്ങളൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് നേരെ കണ്ട് ഇസ്രാഇന്റെ യാത്ര കഴിഞ്ഞ് വന്ന് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, ഞാൻ അന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാം നല്ല ആരോഗ്യമുള്ള ഒരു നബിയാണ്. നല്ല പവറുണ്ട് ശരീരത്തിന്, നല്ല പൊക്കമുണ്ട്. മുടിയൊക്കെ കണ്ടാൽ മുടിയുടെ ഒരു ചൊറുക്ക് തങ്ങൾ പറഞ്ഞതാണ്. ആ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ, കുളിച്ചു വരുന്ന ആളെ മുടിയിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്നത് പോലെ മുടിയൊക്കെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് വിശേഷണം പറഞ്ഞു കൊടുത്തു. ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ സ്വഭാവം അതാണ് ആ കുട്ടികൾ വിലയിരുത്തിയത്. അവർ ഉപ്പാനോട് പോയിട്ട് പറഞ്ഞു, ഉപ്പാ, ഞങ്ങൾക്ക് നേരത്തെ ഇന്ന് വെള്ളം കിട്ടാൻ കാരണം അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ കിണറിന്റെ സമീപത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മാറി നിൽക്കുന്നു, ഞങ്ങൾ മാത്രം രണ്ട് പെൺകുട്ടികൾ. എന്താ നിങ്ങൾ മാറി നിൽക്കുന്നത്? പതുക്കെ ഞങ്ങൾ പറഞ്ഞു, ഇവരൊക്കെ വെള്ളം എടുത്തിട്ടാണ് സാധാരണ വെള്ളം എടുക്കാറുള്ളത്. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമാണെന്ന മേൽവിലാസമൊന്നും പരിചയപ്പെടുത്തിയില്ല. അല്ലാഹ്, ഈ കുട്ടികൾക്ക് വെള്ളം കിട്ടാൻ ഇനി എത്ര നേരാകും? ഇവർക്ക് ഹയാ ഉള്ളത് കൊണ്ടാണല്ലോ ഇവർ നേരെ വന്ന് അവരൊക്കെ തിക്കി തിരക്കിയിട്ട് അതിന്റെ ഇടയിലൂടെ മുക്കാതിരിക്കുന്നത്. അല്ലെ, കിണറ്റിൽ നിന്ന് നിങ്ങൾ ഒരാൾ മുക്കിയിട്ട് ഞങ്ങൾ മുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി വലിയൊരു സൽപ്രവർത്തനം ചെയ്തു കൊടുത്തു. ഈ സംഭവം പറഞ്ഞപ്പോൾ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും കുട്ടികളെ അയച്ചു. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലസ്തിഹിയാ قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. അപ്പൊ ആ പെൺകുട്ടി വന്നത് എങ്ങനെ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വന്നത് തംശി അലസ്തിഹിയ. ആ പെൺകുട്ടിയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം വായിച്ചെടുക്കുന്ന ദീനീബോധം വളരെ ഹയാവോടുകൂടെ നാണം കുടുങ്ങിയിട്ടാണ് ആ പെൺകുട്ടി വന്ന് വളരെ പതുക്കെ പറഞ്ഞു, ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്നതിന് നിങ്ങൾക്ക് കൂലി തരാൻ ബാപ്പ വിളിക്കുന്നുണ്ട് നിങ്ങളെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പോയി നോക്കി. അവിടെ എത്തിയപ്പോഴാണല്ലോ അത് ശുഐബ് നബി അലൈഹിസ്സലാം ആണെന്ന് മനസ്സിലായത്. ഫഖസ്സ അലൈഹിൽ ഖസസ്, 30 കൊല്ലത്തെ ചരിത്രങ്ങൾ മൊത്തം അങ്ങ് വിശദീകരിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ ആരംഭം മുതൽ മദീനയിലേക്ക് വരാനുണ്ടായ കാരണങ്ങളെല്ലാം ഞാനത് ഓരോന്നോരോന്നായി പറയുന്നില്ല, മൊത്തം വിശദീകരിച്ചു കൊടുത്തപ്പോ ആദ്യം തന്നെ സാന്ത്വനത്തിന്റെ വാക്ക് നൽകിയിട്ട് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ഒട്ടും പേടിക്കണ്ട, ആ അക്രമികളായ സമുദായത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, പേടിക്കേണ്ടതില്ല. അപ്പോഴാണ് ഒരു മോൾ അകത്തുനിന്ന് പറഞ്ഞത്, ഈ സംസാരം ഇങ്ങനെ മാറിപ്പോയിട്ട് ഇനി ബാപ്പ വിളിച്ച വിഷയം മറക്കണ്ടെന്ന് പറഞ്ഞിട്ട്, ബാപ്പ നിങ്ങൾ വിളിച്ചത് കൂലി കൊടുക്കാനല്ലേ, നിങ്ങൾ കൂലി കൊടുത്തോളൂ. നിങ്ങൾ കൂലി കൊടുക്കുന്ന ആള് നിങ്ങൾ എന്താണോ കൂലിയായിട്ട് മുപ്പരോട് പറയുന്നത് അത് ഏറ്റെടുക്കാൻ അൽ ഖവിയുൽ അമീൻ, കുട്ടികൾ വിലയിരുത്തി, ശക്തനുമാണ് വിശ്വസ്തനുമാണ്. എങ്ങനെ വിശ്വസ്തനാ തിരിഞ്ഞ്?
ആ പെൺകുട്ടികൾക്ക് അവരെ കണ്ടിട്ട് നോക്കിയിട്ട് വേറെ വർത്തമാനങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി അവരെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തില്ലേ? അൽ അമീനാൻ, ഖവിയുൽ അമീനാൻ, ശക്തനുമാണ്, നല്ല അമാനത്തുള്ള ആളുമാണ്. ഇതന്നല്ലേ വേണ്ടത്. അപ്പയാണല്ലോ ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾക്ക് കൂലിയായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബ്നതയ്യ ഹാതൈനി, എന്റെ ഈ 2 പെൺമക്കളിൽ നിന്ന് ഒരു മോളെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അലാ അൻത ഉജുറനി 8 ഹിജജ്, 8 കൊല്ലം നിങ്ങൾ ഇവിടെ ഒന്ന് തൊഴിലെടുക്കണം. 8 കൊല്ലം മൂസാ നബി അലൈഹിസ്സലാം അവിടെ തൊഴിലെടുത്തു. അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ചരിത്രങ്ങൾ പഠിച്ചാൽ വലിയ സംഭവമാണ്. എന്തിനാണ് അത്രയും വർഷം അവിടെ താമസിപ്പിച്ചത്? വിഷമിപ്പിക്കാനല്ല. ശുഐബ് നബി അലൈഹിസ്സലാം ഫിർഔനും ജനതയും ഇവിടെ നീക്കുന്ന കരുക്കളെ കുറിച്ച് നന്നായി ബോധമുള്ളവരും അറിവുള്ളവരുമാണ്. അതിനൊക്കെ ഒരു കുറവ് വരാനും ഇവർക്കോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കണക്കാക്കിയൊരു 40 വയസ്സിന്റെ മികവില്ലേ? ആ 40 വയസ്സിന്റെ മികവെത്തുമ്പോ അള്ളാഹു അവന്റെ റിസാലത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്നൊരു സമയമായി. അപ്പോഴേക്ക് ഈ സംഗതി നടന്നാൽ അൽഹംദുലില്ലാഹ് ഞാൻ ഭാഗ്യവാനാണ്, എന്റെ മക്കളും ഭാഗ്യവാനാണ്, എന്റെ മരുമകനും ഭാഗ്യവാനാണ്. അങ്ങനെ പേരക്കുട്ടികൾ മുർസലീങ്ങളായി പ്രവാചകന്മാരായി വരാൻ അതൊരു നിമിത്തമായി. എന്താണ് ശുഐബ് നബി അലൈഹിസ്സലാം നോക്കിയത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ സ്വഭാവം നിങ്ങൾ നോക്കി, എത്ര നല്ലൊരു സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പലപ്പോഴും പറയാറുണ്ട്, ഞാനും മക്കത്ത് നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് ഒറ്റക്ക് ഹിജ്റ വന്നതാണ്. ഒറ്റക്ക ഹിജ്റ വന്ന്, ചെറിയ ധൈര്യമൊന്നും പോരാ. കാരണം എവിടെ കണ്ടാലും ശത്രുക്കൾ പിടിച്ചു കിട്ടും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയും ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു രണ്ടും കൂടി ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോ അപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരും വന്ന് തടഞ്ഞു വെച്ചു. സലമത്ത് എന്ന് പറയുന്ന കുട്ടിയെ 2 കൂട്ടരും പിടിവലി കൂടി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ അവരാണ്, ഒരു കുടുംബത്തിന്റെ കയ്യിൽ ഒരു കൈ, മറ്റേ കുടുംബത്തിന്റെ കയ്യിൽ ഒരു കൈ. എന്റെ കുട്ടിന്റെ 2 കൈ രണ്ടാളും കൊണ്ടുപോകുമെന്ന് പേടിച്ചു പോയി. അമ്മാതിരി വലിക്ക. സലമത്തിനെ വിട്ടു തരൂല, നിങ്ങൾ 2 പേരും പോയാലും ശരി, കുട്ടിനെ വിട്ടു തരൂല. ഹിജ്റ പോകാൻ. ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയത്. മുഹാജിറുൽ അവ്വൽ അബൂ സലമ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവർകൾ ഒറ്റക്കങ്ങ് പോയി. ഇവിടെ ഭാര്യയും മകനും വേർപെട്ടുപോയി. മകനെ ആണെങ്കിലോ ഭർത്താവിന്റെ കുടുംബക്കാർ കൊണ്ടുപോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരാണ് അന്ന് വന്നൊരു സങ്കടം. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോ എന്റെ മകൻ, എന്റെ ഭർത്താവ് വേർപെട്ടു പോയൊരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വന്നു നോക്കി നിൽക്കും, സങ്കടം ഒന്ന് മാറിക്കിട്ടാൻ. ഇവിടെ വെച്ചാണ് എന്റെ മകനെ ഒരു കൂട്ടരും കൊണ്ട് ഭർത്താവാണ് ഈ പോയും ചെയ്തു. അങ്ങനെ ഞാൻ ഇടക്കിടക്ക് അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരു കാരണം അവർ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മാനസികമായിട്ട് വലിയൊരു വിഷമായി. ഓ, സംഗതി ഏതായാലും ഒരു പെണ്ണ്, മകനെയും വേർപെട്ടു പോയി, ഭർത്താവാണെങ്കിൽ ഹിജ്റയും പോയി, ഈ ഒറ്റപ്പെടലിന്റെ വിഷമം സഹിച്ചാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണം. 2 കുടുംബത്തെയും വിളിച്ച് ചർച്ച നടത്തി. സലമത്ത് എന്ന മകനെ കൈമാറി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ. മഹദിയുടെ ധൈര്യം നോക്കണം. ഒറ്റക്കൊരു വാഹനത്തിൽ ഹിജ്റ പോകുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഹിജ്റ പോകുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കുണ്ടായൊരു അനുഭവം. ഞാനൊരു മരുഭൂമിയിലൂടെ ഒറ്റക്കങ്ങനെ യാത്ര പോകുമ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, എവിടേക്കാണ് ഒറ്റക്ക് പോകുന്നത്? ആ ചെറുപ്പക്കാരൻ അന്ന് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, മദീനയിലേക്കാണ്. എന്നാ നിങ്ങൾ പേടിക്കേണ്ടതില്ല, മദീനയുടെ ബൗണ്ടറി വരെ, അതിർത്തി വരെ ഞാൻ എത്തിച്ചു തരാം. മുസലമ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ചെറുപ്പക്കാരന്റെ ഒരു അമാനത്ത് ഞാനത് മറക്കൂല, വിശ്വസ്തത.
എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് മുന്നിൽ നടന്നു. ഞാൻ ഒട്ടകത്തിന്റെ ഉള്ളില്, ആ ഒട്ടകക്കൂടിന്റെ ഉള്ളിൽ ഞാനും എന്റെ മകൻ സലമയും ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുക. എന്നിട്ട് ഒരു പേടിയും വേണ്ടട്ടോ, ഞാൻ നിങ്ങൾക്ക് ശരിക്കും മദീനയിലെ റൂട്ടെത്തിച്ചേരാം. ഒരു പെണ്ണല്ലേ ഒറ്റക്ക് പോകുന്നത്. അങ്ങനെ ഏകദേശം മദീനയുടെ അതിർത്തിയെത്താൻ നേരത്ത് ഇനിയൊന്നും പേടിക്കേണ്ട, നേരെ പോയാൽ മതി, അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പൊ പറഞ്ഞു, ആ ചെറുപ്പക്കാരനായ, അന്ന് എനിക്കങ്ങനെ വഴി കാണിച്ചു തന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം നല്ല അമാനത്തുള്ള ആളാണ്, വിശ്വസ്തതയുള്ള ആളാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്നാണ് പിന്നീട് മക്ക വിജയത്തിന്റെ അന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ തുറക്കാൻ താക്കോല് ആവശ്യപ്പെട്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ താക്കോല് വാങ്ങിക്കൊണ്ടുവന്നു. ആദ്യം താക്കോല് വെച്ചപ്പോൾ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ കൊടുത്തില്ല. അലി റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ പിടിച്ചത് പെട്ടെന്ന് വാങ്ങി. അലി റളിയല്ലാഹു അൻഹു നല്ല ആരോഗ്യമുള്ള ആളല്ലേ, 100-150 ആളുകൾ കൂടി പിടിച്ചിട്ട് പോരാത്ത കോട്ടയുടെ വാതിൽ ഒറ്റക്ക് പിടിച്ച് വലിച്ച് അത് അവിടുന്ന് പറിച്ചിട്ട ആളല്ലേ. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കുറവ്, താക്കോൽ അങ്ങ് വാങ്ങി. ആ താക്കോല് നേരെ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഏൽപ്പിച്ച് കഅബ തുറന്നു. തങ്ങളുടെ ഉള്ളിൽ കയറി നിസ്കരിച്ചു പുറത്തിറങ്ങി. നിങ്ങൾ നോക്കി, ഈ അമാനത്തിന് പകരം അള്ളാഹു നൽകുന്ന ഒരു അമാനത്ത് നോക്ക് നിങ്ങൾ. ഒറ്റക്ക് പോകുന്ന ഒരു പെണ്ണിനെ യാതൊരു നിലക്കും ഒരു പേടിയില്ലാതെ, സത്യത്തിൽ വിശ്വാസത്തിൽ 2 ധ്രുവങ്ങളിലാണ് രണ്ടുപേരും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വസിച്ച മഹദിയാണ്. അന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അമാനത്തുണ്ട്, വിശ്വസ്തതയുണ്ട്, ഉത്തരവാദിത്വ ബോധമുണ്ട്. ഈ എന്റെ കയ്യിൽ ഞാനൊരു അമാനത്തായി കൊണ്ടുപോകാന്നുള്ള നിലക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് എത്തിച്ചില്ലേ. കഅബ പൂട്ടിയിട്ട് തങ്ങൾ തിരിച്ചിറങ്ങുമ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, വെള്ളം കൊടുക്കാനുള്ള അധികാരം ഇപ്പോൾ എനിക്കുണ്ടല്ലോ, സംസം വെള്ളം വിതരണത്തിനുള്ള അധികാരം. അതോടൊപ്പം തന്നെ താക്കോലും എന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കാമോ? ആ സമയത്ത് തങ്ങൾ ചോദിക്കുകയാണ്, താക്കോല് തന്ന ആള് എവിടെ? തന്ന ആളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഉത്തരവുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിനർഹതപ്പെട്ട ആളിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു ആജ്ഞാപിക്കുന്നുണ്ട്. അള്ളാഹു എന്നോടങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താക്കോലിന്റെ ആള് എവിടെ? ഉസ്മാൻ ബിൻ അബീ ത്വൽഹ റളിയല്ലാഹു വന്നു. താക്കോല് കിട്ടിയപ്പോൾ മഹാനവർകൾ ചിന്തിക്കുന്നു, ഈ താക്കോല് ശരിക്കും എന്റെ കൈയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് റെഡിയാക്കിയിട്ട് വാങ്ങിക്കൊണ്ടേ താക്കോലാണ്. തിരിച്ച് ഈ താക്കോൽ എന്റെ കയ്യിലേക്ക് വരുമെന്ന് ഒരു നിലക്കും ഞാൻ നനച്ചിരുന്നില്ല. വിശുദ്ധ ഇസ്ലാമിൽ ഇത്രമാത്രം അമാനത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനു മാറി നിൽക്കണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അന്ന് കാണിച്ച അമാനത്തിന് പകരം ഹൃദയത്തിൽ ചാലിച്ച ഈമാൻ, യഥാർത്ഥ അമാനത്ത് അതല്ലേ? അള്ളാഹു അതിനെ സംഭാവനയായി ഔദാര്യമായി കൊടുക്കുകയായിരുന്നു. സഹോദരങ്ങളെ, വിഷയം മറക്കരുത്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നത്, വലിയ സന്തോഷം ഉണ്ടായത് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളുമായി തിരിച്ചു വരുന്ന യാത്രയിലാണല്ലോ അള്ളാഹുവിനോട് മുനാജാത്ത് ഉണ്ടായത്, അള്ളാഹു റിസാലത്ത് നൽകിയത്. അതൊക്കെ ആ ജീവിതത്തിന്റെ തുടക്കത്തോടുകൂടെയാണ്. നല്ല സഹധർമ്മിണിയും കൂട്ടിയിട്ടല്ലേ രാത്രി സമയത്ത് യാത്ര ചെയ്തു വരുന്നത്. അങ്ങനെയാകുമ്പോ മുന്നിലേക്ക് പോകാൻ ഏതെങ്കിലും വഴി കാണിക്കുന്ന ആളെ കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചം കിട്ടണം. അവിടെ ഒരു തീ കാണുന്നുണ്ട്, ഞാൻ ആ തീന്റെ പരിസരത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമല്ലോ, വെറുതെ തീ ഇങ്ങനെ കത്തൂലല്ലോ. ഒന്നെങ്കിൽ വഴി ചോദിച്ചു വരാം, അല്ലെങ്കിൽ ആതീകും മിൻഹാ ബിഖബസ്, ഒരു തീ ഞാൻ അവിടെ നിന്ന് കത്തിച്ചൊരു പന്തം കൊണ്ടുവരാം, അത് ഇട്ട് നമുക്ക് പോകാം. അതിനൊക്കെ ഒരു സബബായത് ഈ വിവാഹ ജീവിതല്ലേ. സഫൂറ ബീവിയുമായിട്ട് വരുന്ന ആ വരവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഓ മൂസാ നബിയേ, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം കൈമാറിയ ഒരു വടിയില്ലേ നിങ്ങളുടെ കയ്യിൽ, ആ വടി അങ്ങ് നിലത്തിടൂ. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് റിസാലത്തിന്റെ വെളിച്ചം കൈമാറി. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ റസൂലായി നിശ്ചയിച്ചു,
ഇനി ഒരു പേടിയും കൂടാതെ നിങ്ങൾ ഫിർഔനിന്റെ സവിധത്തിലെത്തണം. 10 വർഷം മുമ്പ് നിങ്ങളെപ്പറ്റി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ മിസ്ർ വിട്ട് മദീനയിലേക്ക് പോയത്. ഇന്ന് നിങ്ങൾ ഒറ്റക്കല്ല, കുടുംബസമേതമാണ്. തിരിച്ച് അവിടെ എത്തിയിട്ട് വലിയ വിജയം വരിക്കണം. ആ കുടുംബത്തോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ വിജയം ഉണ്ടായി. അതുകൊണ്ട് ദീനും സ്വഭാവവും നല്ല രൂപത്തിലാകുന്നവരെയാണ് ഇണചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാത്തൊരു പക്ഷം ഇല്ലാത്ത ഫഅലൂഹു തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദീനുള്ളവരെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ വലിയ നാശമുണ്ടാകും, വലിയ കുഴപ്പമുണ്ടാകും, ജീവിതം ലെവലായി മുന്നോട്ട് പോകില്ല. സെലക്ഷൻ റെഡിയാകണം, നല്ലവരെ സെലക്ട് ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകന് വേണ്ടി എങ്ങനെയാ മകളെ അന്വേഷിച്ചത്? പെൺകുട്ടിയെ പറ്റി ദീനിയാണോ എന്ന് അന്വേഷിച്ചത് എങ്ങനെയാ? ഉമർ റളിയല്ലാഹു അൻഹുവും അടിമ അസ്ലം റളിയല്ലാഹു അൻഹുവും കൂടി രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറിയ സംസാരം കേൾക്കും. അപ്പൊ മഹാനവർകൾ അവിടെ ഇറങ്ങി എന്താ സംസാരം എന്ന് ശ്രവിക്കാൻ വേണ്ടി. അപ്പൊ ഉമ്മ മകളോട് പറയാം, മോളെ പാലിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, രാവിലെ വിൽപ്പനക്കുള്ളതാണല്ലോ. വിൽക്കാനുള്ള പാലിൽ വെള്ളം ഒഴിച്ച് വിൽക്കാൻ പാടില്ല, കുടിക്കാനുള്ള പാലിൽ എത്രയും വെള്ളം ഒഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ആരാന് വിൽക്കാനുള്ള പാല് പാലായിട്ട് തന്നെ വിൽക്കണ്ടേ? അല്ലെങ്കിൽ വെള്ളം കലർന്ന പാൽ എന്ന് പറഞ്ഞ് വിൽക്കണം, അത് വാങ്ങാൻ ആരും ഉണ്ടാവൂല. പാലില് കുറച്ച് വെള്ളം ഒഴിച്ചേക്ക്. ഇപ്പം മകള് പറഞ്ഞു, ഉമ്മ ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലല്ലേ, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇത് അറിഞ്ഞാൽ നമ്മൾ വെറുതെ വിടും, നമ്മൾ ചെയ്യുന്നൊരു ചതിയല്ലേ. ഉമ്മ പറഞ്ഞു, മോളെ നേരെത്ര പാതിരയായി, ഉമർ ബിൻ ഖത്താബ് തങ്ങളൊക്കെ ഉറങ്ങിയിട്ട് നേരെത്ര ആയിട്ടുണ്ടാകും? ആ സമയത്ത് മകള് പറഞ്ഞു, ഉമ്മ നമ്മൾ ഖലീഫക്ക് ലാഹിറിൽ അനുസരിക്കുകയും ബാത്തിനിൽ എതിര് ചെയ്യുകയും ചെയ്താൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടൂലല്ലോ. പുറത്ത് നമ്മൾ പറയാ ഖലീഫയെ നമ്മൾ അനുസരിക്കുന്നുണ്ടെന്ന്, വീട്ടിന്റെ ഉള്ളിലെത്തിയിട്ട് നമ്മൾ എതിരും ചെയ്താലോ? ഖലീഫ താക്കീത് ചെയ്ത വിഷയമാണ്. പലപ്പോഴും ജനങ്ങളിൽ നിന്ന് സംഭവിച്ചപ്പോ ഒരാളും ഇങ്ങനെ ചതി ചെയ്യരുത്. വെള്ളം ചേർത്ത് പാല് വിറ്റുകൊണ്ട് സമ്പത്ത് അധികരിപ്പിക്കരുത്. അത് ചൂഷണപരമായ രീതിയിൽ സമ്പത്ത് വർദ്ധിപ്പിക്കലാണ്. അത് ചെയ്യരുത് എന്ന് ഖലീഫയുടെ ഉത്തരവ്. പുറത്തിറങ്ങുമ്പോ നമ്മളൊക്കെ അംഗീകരിച്ചു എന്ന് പറയാ, ഉള്ളിലെത്തുമ്പോ നമ്മളത് നിഷേധിക്കുകയും ചെയ്യുക, അത് മോശമല്ലയോ? അതിന് മറുപടിയായി ഉമ്മ വേറൊന്നും പറഞ്ഞില്ല. ആ കുട്ടിയുടെ ദീനീ ബോധം കണ്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അസ്ലം എന്ന അടിമയോട് പറഞ്ഞത്, മോനെ അസ്ലമേ, ആ വീടിന് ഒരു അടയാളം വെക്കണം. അങ്ങനെ അടയാളം വെക്കണം. വീടിനല്ല അവിടെ സൗന്ദര്യം, വീട്ടിന്റെ ഉള്ളിലാണ്. വമാ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. വീടിന്റെ ചുമരും വീടിന്റെ മതിലും അല്ല എന്റെ പ്രിയത്തിന്റെയും എന്റെ അനുരാഗത്തിന്റെയും കാരണം. വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ, വീടിന്റെ അകത്ത് താമസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദീനീബോധമുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ദീനീബോധം പാതിരാത്രിയിലാണ് അനുഭവിച്ചറിയുന്നത്. അടയാളം വെക്കൂ, അടയാളം വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പിറ്റേന്ന് രാവിലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിക്കുന്നു, മോനെ അബ്ദുല്ലാഹ്, നല്ലൊരു പെൺകുട്ടിയുണ്ട് മദീനയിൽ, അത്തരത്തിൽ സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ ഇപ്പൊ കാണാൻ പറ്റുമോന്നറിയില്ല, വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ, ശരിയാക്കിത്തരാം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, ലീ സൗജ, ഇപ്പൊ ഒരു ഭാര്യ എനിക്കുണ്ടല്ലോ, ഞാൻ മറ്റൊന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല, ഇപ്പൊ എനിക്കൊരു ഭാര്യ ഉണ്ട്, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അടുത്ത മകനെ വിളിച്ചു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, മോനെ അബ്ദുറഹ്മാനെ, നല്ലൊരു പെൺകുട്ടിയുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാം, ഞാനത് ശരിയാക്കി തരാം. മഹാനും പറഞ്ഞു, ലീ സൗജ, എനിക്കൊരു ഭാര്യയുണ്ട്, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ അതൊരു പരിഗണനയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ പരിഗണിക്കണമല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് സൃഷ്ടികളിൽ ഏറ്റവും മഹബ്ബത്തുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കടത്തി വെട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പ്രശംസിക്കാൻ പോലും ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം ഒരാൾ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ തങ്ങളെ, നിങ്ങളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം വലിയ ധൈര്യമുള്ള ആള്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വാക്ക് തിരുത്തണം, ആ വാക്ക് തിരുത്തണം. അസ്ജഉന്നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾക്ക് ശേഷം ഏറ്റവും ധീരതയുള്ള മഹാൻ ഞാനല്ല, എന്റെയും കൂടി നേതാവായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. മഹാനവറുകളുടെ ജീവിതത്തിലെ ഒരു രാവും ഒരു പകലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ധീരതയുള്ള ആളാകുമായിരുന്നു. കേട്ടവർ ചോദിച്ചു, ഏതാണ് രാവ്, ഏതാണ് പകല്? രാവ് ഏതാണെന്നറിയോ? ഞങ്ങളെല്ലാവരും നോമ്പ് നോറ്റ്, പലരും നോമ്പ് മുറിച്ച് മദീനയിൽ നിന്ന് ബദറിലേക്ക് നടന്നും വാഹനത്തിൽ കയറിയും ആയുധങ്ങളൊന്നുമില്ലാത്ത ഈമാനിന്റെ ഫലവുമായി പോയി ബദറിൽ എത്തുന്ന നേരം തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ടെന്റ് ഉണ്ടാക്കി. അവിടെ ഇന്ന് മസ്ജിദുൽ അരീഷ് എന്നൊരു പള്ളിയുണ്ട്. പോകുന്നവർക്ക് അതിൽ കയറി നിസ്കരിക്കൊരു സുന്നത്തുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മസ്ജിദുൽ അരീഷ് നിൽക്കുന്ന ഇടത്തൊരു പന്തൽ കെട്ടിയിട്ട് തങ്ങൾ ചോദിച്ചു, ഈ പന്തലിന് ആര് കാവൽ നിൽക്കും? ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, എല്ലാ സ്വഹാബിമാരും ഇല്ലേ? ഇവർ ഇത്രയും വരുന്ന 300-ലധികം വരുന്ന സ്വഹാബിമാരില്ലേ ബദരീങ്ങൾ? മുന്നോട്ട് വന്നത്, ഉത്തരവുമായി വന്നത് ഒരേ ഒരാളാണ്, അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്നത്തെ രാത്രി ഒരു ചെറിയ രാത്രിയൊന്നുമല്ല. കാരണം ആ പന്തലിന് കാവൽ നിൽക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്താണ് നിൽക്കുന്നതെങ്കിലും പന്തലിന്റെ 4 ഭാഗത്തേക്കും കണ്ണോടിക്കുന്നുണ്ട് ഒരുപോലെ. ആരെങ്കിലും ലക്ഷ്യമാക്കി വരുന്നുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊക്കെ പോയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാനൊരു ഭാഗത്തേക്ക് പോയപ്പോ മറ്റേ ഭാഗത്തിലൂടെ എന്നെ പിടിക്കാൻ വരിക. അപ്പൊ ഞാൻ മറ്റേ ഭാഗത്തേക്ക് മാറി. അവസാനം എന്നെ പിടികൂടും എന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അലിയാണൊന്നും ചെയ്യരുത്. അത്രയും വലിയ നിരീക്ഷണമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കയ്യിലൊന്നും വേണ്ട, ഈമാനികമായ ഫലം കൊണ്ട് തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആർക്കാ ധൈര്യം? ഒന്നുമില്ലല്ലോ കയ്യില്. അപ്പുറത്ത് സർവ്വസായുധരായ സന്നാഹം, ഏത് നേരവും വരാം, എന്ത് വിഷയങ്ങളുമായിട്ടും വരാം, എന്ത് ചതിയും ഒപ്പിക്കാം. പക്ഷേ ആ കാവൽ നിന്ന ധൈര്യമില്ലേ? ആ ഒരു രാത്രി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഖൈറായിരുന്നു. ഏതാണ് പകലെന്നറിയുമോ? റബീഉൽ അവ്വൽ 12 തിങ്കൾ. തിങ്കളിന്റെ പുലരിയോടുകൂടെ ലോകം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയുണ്ട്. തൂഫിയ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോഴേക്ക് എന്റെ അവസ്ഥ മാറിപ്പോയി. എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. എന്റെ അവസ്ഥക്കൊരു മാറ്റം വന്നു. ഞാൻ എന്റെ ചെറിയ ഘടകവും ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അവന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തു പറഞ്ഞു ഞാൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. സ്വഹാബത്തൊക്കെ മാറി നിൽക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു നൃത്തം കണ്ടിട്ട്. വഫാത്ത് നടക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിസരത്തില്ല. മഹാനവർകൾ സുൻഹ എന്ന് പറയുന്ന പ്രദേശത്ത് കച്ചവടത്തിലാണ്. വിവരം കിട്ടിയ ഉടൻ തന്നെ കച്ചവടം നിർത്തി അവിടെ ഓടി വന്നു. ഇപ്പോ കാണുന്ന രംഗന്താ? സ്വഹാബത്ത്, ഒരു കൂട്ടം സ്വഹാബത്ത് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരാൻ അവർക്ക് തടസ്സം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നൃത്തം മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്തിന് അങ്ങ് മൂർച്ച കൂടിയപ്പോൾ വന്നൊരവസ്ഥയാണത്. അതൊരു അബദ്ധമായിട്ടോ വേറെ എന്തെങ്കിലും രോഗമായിട്ടോ ഒരു സ്വഭാവമായിട്ടോ ഗണിക്കാവതല്ല. മഹബ്ബത്ത് അങ്ങ് കൂടി വന്നാൽ ഇഷ്ക്, ആ ഇഷ്കും അപ്പുറത്തേക്ക് എത്തിയാൽ വരുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് സത്യത്തിൽ വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ഒരു ചൂടിൽ നിൽക്കുമ്പോ എന്റെ ചൂട് തണുപ്പിക്കാൻ മാത്രം അന്നൊരു ധൈര്യമുള്ള ആളുണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ വന്നു, വീട്ടിലേക്ക് കയറി. പുന്നാരപ്പൂവിന്റെ മുഖത്തിൽ നിന്ന്, പരിശുദ്ധമായ പൂമേനിയിൽ നിന്ന്, മുഖഭാഗത്ത് നിന്ന് തുണി നീക്കിയിട്ട് ഫഖബ്ബലഹു, തങ്ങളെ ചുംബിച്ചു. ചുംബിച്ചിട്ട് പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്,
എന്റെ ഉപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് സമർപ്പിക്കുന്നു നബിയേ. അവരെക്കാളും വലുത് തങ്ങളാണ് എനിക്ക്. ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ, രണ്ട് മരണം അല്ലാഹു തങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. അമ്മൽ മൗതത്തുല്ലതി ഖദ് കുതിബത് അലൈക ഫഖദ് മുത്തൽ ആൻ, അല്ലാഹു നിശ്ചയിച്ച മരണം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഗസാലി ഇമാമു തങ്ങൾ പറഞ്ഞ വാക്കും കൂടി ബാക്കിയുണ്ട്. ഉദ്കുർനാ ഇൻദ റബ്ബിക, ഇവിടുന്ന് തങ്ങളെ ഞങ്ങളിൽ നിന്ന് ഭൗതിക ലോകത്തിൽ നിന്ന് പിരിയുകയാണ്. റബ്ബിന്റെ സവിധത്തിലെത്തുമ്പോ ഞങ്ങളെ ഓർക്കണേ നബിയേ, ഞങ്ങളെ മറക്കരുതേ നബിയേ. ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നൃത്തമാ കാണുന്നത്. ഒരൊറ്റ പ്രഖ്യാപനമാണ്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് കേൾക്കുമ്പോൾ സ്വലാത്തെല്ലാം വിട്ടുപോകരുത്. മൻ കാന യഅ്ബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, ഇദാ തങ്ങൾ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅ്ബുദു റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ഹയ്യുൽ ലാ യമൂത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബാകുന്ന അല്ലാഹുവിനെയാണോ ഇബാദത്ത് എടുക്കുന്നത്? അല്ലാഹു മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. അല്ലാഹ് ഹയ്യാണ്, കാലകാലം ജീവിക്കുന്നവനാണ്. എന്നിട്ടൊരായത്തും ഓതിക്കൊടുത്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരീൻ. ആ ആയത്തങ്ങ് കേട്ടപ്പോഴാണ് വാള് തായോട്ട് വീണത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ആയത്ത് അപ്പോൾ ഇറങ്ങിയതാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ ആയത്തിറങ്ങൂലല്ലോ, ആയത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞില്ലേ? ഈ ഒരു ധൈര്യമില്ലേ? ഇത് വല്ലാത്ത ധൈര്യമാണ്. ആ പകലിൽ അങ്ങനത്തെ ഒരു ധൈര്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം എനിക്കല്ല വന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇത്രത്തോളം ബഹുമാനിക്കുന്ന ആളല്ലേ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മക്കളെ അങ്ങനെ പരിഗണിച്ചത്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ ആസിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആസിമേ, ഞാനിപ്പോ ഖലീഫയാണ്. ഒരു പെണ്ണ് കെട്ടാൻ, ഒരു കല്യാണം കഴിക്കാൻ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കേട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് ഞാൻ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് അസ്ലമിന്റെ കൂടെ മോനെ ആസിമെ പോകണം. പോയിട്ട് ആ കുട്ടിയെ കണ്ടുവന്ന് അവരെ കല്യാണം കഴിക്കണം. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹു പോയി ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തു. അവരിൽ നിന്ന് പിറന്ന സന്താനമാണ് 2.5 വർഷം ഭരിച്ചപ്പോഴേക്ക് ലോകത്തിന്റെ ഗതിവിഗതികൾ മുഴുവനും മാറ്റിത്തിരുത്തിയത്, ലോകത്തിന്റെ അധർമ്മങ്ങൾ മുഴുവനും അവസാനിപ്പിച്ച് വലിയ നീതിയുടെ അധ്യായങ്ങൾ ലോകത്ത് തുന്നിച്ചേർത്തത് ഈ ദമ്പതികളിലൂടെ പിറന്ന പുത്രനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇവരെ പേരക്കുട്ടിയാ. അങ്ങനെ സന്താന പരമ്പരയിലൂടെ വന്നൊരു മാറ്റം നോക്ക് നിങ്ങൾ. എത്രമാത്രം വലിയ മാറ്റമാണ് ഉണ്ടായത്. അതിന് സഹോദരങ്ങളെ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ്. ദീനിയായ നിലക്ക് തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിലോ മക്കള് നന്നാകുമോ ഇല്ല, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുമോ ഇല്ല.